ഈ വക പണിക്കിന് ഞാനില്ല. എനിക്ക് അങ്ങനെയുള്ളൊരു കാശും വേണ്ട. അവിടെ കിടവും. അയാള് വലിയ പുണ്യാളത്തിനാണ്, പോലീസ് അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞു നീയല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായിടാ? എടാ, നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് വേഷം കിട്ടി ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സഹിക്കില്ലല്ലേ? ബാലകൃഷ്ണ, നീ ഗോപാലകൃഷ്ണനെ വിളിച്ചിട്ടൊന്ന് ഇറങ്ങി തരുമോ? മീശ മറ്റേ 3 ലക്ഷം വേണോ 4 ലക്ഷം വേണോ അവന്റെ അമ്മേനെ കെട്ടിക്കാൻ? എന്റെ എല്ലാം പോയില്ലേ? ഇനിയിപ്പോ ആരെ പിണ്ടം വെക്കാനെ പോണേ? ചവിട്ടി പുളിഞ്ഞ. ഹലോ, റാസ്കൽ, വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ നീ ഒന്നും പഠിച്ചിട്ടാ തെണ്ടി. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം. വേണ്ട, ഇനി ഒന്നും പറയണ്ട. നെറികെട്ട നായെ, നീ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. രാംജി റാവു, പ്ലീസ്. രാംജി റാവു? ഇനി ഒരു രാംജി റാവു ഇല്ല. നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നോക്ക്. പോലീസോ പട്ടാളോ എന്താണെന്ന് വെച്ച് വിളിച്ചോണ്ട് വാ. ഹലോ 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 ഹലോ, നീ എന്ത് വിവരക്കാണ് കാണിച്ചത്? ഇനി നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പാടില്ല, അത് അപകടമാണ്. എന്തപകടം? പോലീസ് ഇവിടെ വരും. വരട്ടെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തും. എന്നിട്ടെന്താ? അവരും രാംജി റാവു തന്നെ ആയിക്കോട്ടെ. ആ കുഞ്ഞിന്റെ കാര്യം? അയാളുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. നമ്മളോട് ചെയ്തതിന് അയാളും അനുഭവിക്കട്ടെ. ബാലകൃഷ്ണ, അയാൾ നിരപരാധിയാണ്. അയാളാണ് പോലീസിനെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമോ? ബാലകൃഷ്ണ, ഇത് അയാളാ, രാംജി റാവു. നീ അബദ്ധമൊന്നും പറയരുത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. നീ പറയുന്നൊന്ന് കേൾക്ക്. നീ കൈവിട് ബാലകൃഷ്ണ, പ്ലീസ്. ഡാഡി, ഇവരെന്നെ കൊല്ലും ഡാഡി. എന്താണ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്താ വരാഞ്ഞേ? പറ ഡാഡി. ഡാഡി, ഇവരെന്നെ കൊല്ലും. ഡാഡി, എന്താ ഒന്നും പറയാത്ത? ഡാഡി, പറ ഡാഡി. ഡാഡിക്ക് എന്നെ വേണ്ടേ ഡാഡി? മിസ്റ്റർ ഉറുമീസ് തമ്പാൻ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ സമയത്ത് വരാൻ പറ്റാത്ത നിങ്ങളോട് ഈ മര്യാദ കാണിക്കാനും പാടില്ലാത്തതാണ്. എന്നാലും നിങ്ങൾക്കൊരവസരം കൊടുത്തരികയാണ്. നാളെ രാത്രി 12 മണിക്ക് നഗരത്തിന്റെ അതിർത്തിയിൽ പഴയ തുരങ്കത്തിന് മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി വരും. വെറും 5 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. 1 മിനിറ്റ് താമസിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമേ കൊണ്ടുപോകാൻ പറ്റൂ. പോലീസുമായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല. കുഞ്ഞിനെയും ഞങ്ങളെയും നിങ്ങൾ അവിടെ ജീവനോടെ കാണില്ല. എന്താ? നമ്മൾ മൂലം ഒരു കുഞ്ഞിന്റെ ജീവനെ നഷ്ടപ്പെടാൻ പോകുന്നത് അത് പാടില്ല. ഞാൻ ആ ഉറുമീസിനെ വിളിച്ചെല്ലാം പറയാൻ പോവാ. ബാലകൃഷ്ണ, അരുത്. ഘോഷ, നീ കൈയെടുക്ക്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ പറഞ്ഞതും കേട്ടതൊക്കെ മതി. മര്യാദ കൈയെടുക്ക്. ഇല്ല, ഇത് പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൈയെടുക്കാനാ പറഞ്ഞത്? ഇല്ല. കൈയെറാ. ഇല്ല. എന്തത്? കൊല്ലും. നിങ്ങൾ ആരെയില്ലെങ്കിലും ഒറ്റയ്ക്ക് ഞാൻ നടത്തും. എന്നെ വിടുവത്താച്ചേട്ടാ. എന്താടാ? ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തായിച്ചേട്ടാ, കൈ നിറയെ കാശുമായിട്ട് എത്തുമെന്ന്. കർണാലയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ നാളെ ഞാൻ എത്തുമെന്ന് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തായിച്ചേട്ടാ. നാളെ വണ്ടി പണിയാൻ ആള് വരുമ്പോ, വീട് പുതുക്കാൻ പണിക്കാർ വരുമ്പോ അവരോട് മത്തായിച്ചേട്ടൻ എന്താ പറയാൻ പോകുന്നത്? എന്റെ മത്തായിച്ചേട്ടന്റെ കാര്യം പോട്ടെ, ഇവനോ? നാളെ അംസക്കോ വരുമ്പോ നീ എന്താ പറയാൻ പോകുന്നത്? ഉണ്ണിയുടെ ഓപ്പറേഷന് വേണ്ടി നീ എവിടുന്നാ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്? പറയടാ. എന്റെ സ്വാർത്ഥം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് ഇനിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ, വിളിച്ചു പറ, എല്ലാരോടും എല്ലാം വിളിച്ചു പറ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും
ഉള്ളിലെ ഭാരം പങ്കുവയ്ക്കുവാനും കൂടയിൽ ഒരാളും കൂട്ടിന് വേറെ. ബാലകൃഷ്ണ, 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 ഹംസക്കോയ വരുന്നു. നീ ഉടനെ ഇവിടുന്ന് മാറി നിൽക്ക്. ഹംസക്കോയ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. നീ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കാൻ പോണേ? ഇന്ന് രാത്രി കാശ് കൊടുക്കാം. എവിടെന്ന്? ആ ഉറുമീസിനെ വിളിച്ച് എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി തന്നെ കാശ് വാങ്ങിച്ചെടുക്കണം. ചാവാനാണെങ്കിൽ ഇവിടെ തന്നെ കിട്ടി നോക്കിയാ പോരെ? പോലീസിന്റെ വെടി കൊണ്ട് ചാവണ? ചാവുന്നെങ്കിൽ ചാവട്ടെ, ഇങ്ങനെ ശവങ്ങളായിട്ട് ജീവിക്കുന്നതിനും ഭേദം അതാ. മത്തായി ചേട്ടാ, ഇനി ഇതല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. ഞാൻ പറയുന്ന കേൾക്ക്. എന്തു വന്നാലും നേരിടാൻ നമ്മൾ തയ്യാറാവണം. ഇനി പാത്തം പതുങ്ങി പോകേണ്ട കാര്യമില്ല. ഇനി ഒന്നും ആലോചിക്കാനില്ല. നീ ആ ഉർമീസിന് ഫോൺ ചെയ്യ്. അപ്പോഴേക്കും ഞാൻ ഹംസക്കോയെ പറഞ്ഞു നിർത്തിയിട്ട് വരാം. ഇനി അങ്ങനെ തന്നെ ചെയ്യാൻ നല്ലതല്ലേ? ഹലോ, ഞാൻ ചെമ്മീൻ വർഗീസാണ്. ഓ ആരാ? ചെമ്മീൻ വർഗീസ്. നിന്റെ അമ്മയുടെ മനുഷ്യനിവിടെ മേപ്പോട്ടേക്ക് വായിലാണ് നിൽക്കുക. അപ്പോൾ അവൻ ചെമ്മീൻ കച്ചവടത്തിന് വരണേ. ഹലോ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്ത നിങ്ങളോട് ഈ ദയ കാണിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ കരുതിയാണ്. പണവുമായി എവിടെ വരണം അത് പറയൂ. ഇന്ന് രാത്രി 11:50 പഴയ തുരങ്കത്തിനടുത്തുള്ള തകർന്നു കിടക്കുന്ന കെട്ടിടത്തിന്റെ പിന്നിൽ കാത്തു നിൽക്കുക. ഞങ്ങൾ അവിടെ എത്തും. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ സ്വത്തും പണവും സംരക്ഷിക്കാനോ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനോ? എന്തിനായാലും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. മിസ്റ്റർ ഉർമീസ്, ഇനിയെങ്കിലും ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞിന്റെ ജീവനും കൊണ്ട് കളിക്കാൻ പറ്റില്ലെന്ന്. പിന്നെയും പിന്നെയും നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് ക്രിമിനലുകളെ സഹായിക്കുന്നതും അവരെ പോലീസുകാരിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ഗുരുതരമായ കുറ്റമാണ്. നിങ്ങളിപ്പോ ചെയ്യുന്നതും അതാണ്. എന്ത് ചെയ്താലും എനിക്ക് അതൊന്നും പ്രശ്നമല്ല. എനിക്ക് എന്റെ കുഞ്ഞാണ് വലുത്. ഞാൻ അവസാനമായിട്ട് പറയാണ്, നിങ്ങളുടെ ഇടപെടൽ മൂലം എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്കിൽ നിങ്ങളും ഒന്ന് മനസ്സിലാക്കിക്കോ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ അവരെ അറസ്റ്റ് ചെയ്തിരിക്കും. ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് നിങ്ങളും അവരും തമ്മിൽ ഇന്ന് രാത്രി കാണുമെന്ന് വിചാരിക്കണ്ട. ഇന്നത്തെ രാത്രി ഈ നഗരം പോലീസിന്റെ പ്രത്യേക വലയത്തിലാണ്. മറക്കണ്ട. ഒരു കാരണവശാലും ഇനി നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഇന്ന് രാത്രി 11:50 മുമ്പ് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്യണം. സാർ, എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയക്കുക. സാർ, നമ്മുടെ ലിസ്റ്റിൽപ്പെട്ട എല്ലാവരുടെയും സങ്കേതങ്ങൾ ഇന്ന് റെയ്ഡ് ചെയ്യണം. യെസ് സാർ. ഇന്ന് രാത്രി നഗരത്തിലോടുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കണം. സാർ, അപരിചിതരെയും സംശയം തോന്നുന്നവരെയും എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യണം. സാർ, ഇന്ന് രാത്രി പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഒരു വാഹനവും ഈ നഗരത്തിൽ ഓടാൻ പാടില്ല. യെസ് സാർ. മനസ്സിലായല്ലോ? ഓക്കെ സാർ. ഒന്ന് വേഗമാകട്ടെ. ഇതാ നിങ്ങളുടെ പണം. നിൽക്കൂ. എവിടെ എന്റെ മോൾ? എവിടെ? ആദ്യം അവൾ, പിന്നീടാകട്ടെ പണം. ആദ്യം പണം, പിന്നെ കുഞ്ഞ്. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞ് ഇവിടെ തന്നെയുണ്ട്. പക്ഷെ അല്പനേരം കൂടി നിങ്ങൾ ക്ഷമിച്ചു നോക്കൂ. കുഞ്ഞിനെ ഭദ്രമായി തന്നെ ഇവിടെ എത്തിക്കും. നഗരം മുഴുവൻ പോലീസാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മോളുടെ ഗതി എന്താവും? ആലോചിച്ച് നിൽക്കാനും തർക്കിക്കാനും ഒന്നും ഇപ്പൊ സമയമില്ല. എത്രയും വേഗം പണവുമായി ഞങ്ങളെ പോകാൻ അനുവദിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടും. ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കുന്നത്? വിശ്വസിച്ചേ പറ്റൂ. കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കടമയാണ്.
അതിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ദാ, ഞാൻ ബാലകൃഷ്ണൻ. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാൻ മത്തായി. ഇനിയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണവുമായി തിരിച്ചു പോകാം. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. പണം കൊണ്ടുപോയിക്കൊള്ളൂ. ഗോപാലകൃഷ്ണ വരൂ.